നമസ്കാരം. ഇന്നലെ കേരളത്തിൽ റിലീസ് ചെയ്ത മസ്തിഷ്ക മരണം എന്ന കൃഷാന്ത് എന്ന സംവിധായകൻ്റെ സിനിമ തുടക്കം കാണുമ്പോൾ നമുക്ക് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് തോന്നും. എന്നാൽ ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സഞ്ചാരം നമ്മളെ വിസ്മയിപ്പിക്കും. പുതിയ കാലത്തിൻ്റെ, പുതിയ തലമുറയുടെ അതിനും അപ്പുറത്ത്, അതായത് 2045 കൊച്ചി, അപ്പോൾ ആ കാലത്ത് നടക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഈ സിനിമ. കൃഷാന്തിൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ ചില ഭ്രാന്തൻ സ്വപ്നങ്ങളും ചിന്തകളും അതിൻ്റെ മുകളിലൂടെ പറക്കുന്നതുമാണ്. ഇതിനു മുമ്പ് വന്ന സംവിധായകൻ കൃഷാന്തിൻ്റെ സിനിമകൾ ഇതുപോലെ തന്നെ വളരെ പ്രത്യേകതയാർന്നതാണ്. നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ട് രൂപീകൃതമാകുന്ന സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. ലോക സിനിമയിലും ഇത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സിനിമകൾക്ക് കാഴ്ചക്കാരുമുണ്ട്. അപ്പം മലയാളത്തിൽ വളരെ അത്യപൂർവമായി മാത്രമാണ് ഇത്തരം സിനിമകൾ വരുന്നത്. അപ്പോൾ കൃഷാന്ത് ഒരു പുതിയ പാത വെട്ടിത്തെളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ തീം, അതായത് 2045 നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്നത് പോലെയാണ് ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. വിർച്വൽ റിയാലിറ്റി, ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഗെയിമുകൾ, ജീവിതശൈലികൾ, ഇതെല്ലാം ഒരു പ്രത്യേകതയാർന്ന രീതിയിൽ അതിൻ്റെ തിരക്കഥയും സംവിധാനവും ഈ സിനിമയിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ സിനിമയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകൻ വേറൊരു ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെയായിരിക്കും. സിനിമയിലെ രജീഷ വിജയൻ അവതരിപ്പിക്കുന്ന പോപ്പുലറായ ഒരു താരത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാങ്കല്പിക ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് ഇതിൻ്റെ അതായത് വിർച്വൽ റിയാലിറ്റി. പലതരം ഗെയിമുകളുണ്ടല്ലോ. അപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഗെയിം, ആ ഗെയിമിൽ ഒരു വളരെ പോപ്പുലറായ നായികയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സാങ്കല്പിക രംഗങ്ങളാണ്. പണ്ടൊക്കെ ഒരു തലമുറ ഈ ഭാരതധ്വനി, സ്റ്റണ്ട് തുടങ്ങിയ കൊച്ചു പുസ്തകങ്ങൾ വായിച്ച് ഹരം കൊണ്ടിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് പിന്നീട് ബിറ്റുകൾ കാണുന്നൊരു കാലം വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ വിരൽത്തുമ്പിൽ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ ഈ കൺവെർജൻസ് ഇത് മാറിയിരിക്കുന്നു. ഈ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എവിടെയും വിരൽത്തുമ്പിൽ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. കാലം മാറിയിരിക്കുന്നു. അതൊരു 25 കൊല്ലത്തിന് ശേഷം 2045 എങ്ങനെയായിരിക്കും എന്ന് ഉള്ളൊരു സങ്കല്പിക്കുക. അങ്ങനെ ഒരു ലോകത്തേക്കാണ് ഈ സംവിധായകൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വരുന്ന പൈറസി പോലുള്ള ഇതുപോലെ നമ്മളുടെ തലച്ചോറിലെ ചിന്തകളെ ഹൈജാക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗെയിമുകൾ, ആ ഗെയിമുകളിലൂടെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന, അപ്പോൾ അതൊരു വെർച്വൽ റിയാലിറ്റിയുടെ ഭ്രമാത്മകമായ വേറൊരു ലോകമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പ്രേക്ഷകൻ ആദ്യം ഒന്ന് അമ്പരക്കും. പക്ഷേ ഈ സിനിമയുടെ കണക്ഷൻ കിട്ടി അതിലേക്ക് പിടുത്തം വീണ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇത് കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ റിയാലിറ്റികൾ, ഇപ്പം നമ്മൾ കാണുന്ന റിയാലിറ്റികൾ 10-25 കൊല്ലത്തിന് ശേഷം എങ്ങനെയായിരിക്കും, ഒരു നടി ഇതുപോലെ ഒരു ഇഷ്യൂ വന്നാൽ അവരെ ആക്രമിക്കുന്ന ഇതിനകത്തൊരു മർഡർ മിസ്റ്ററിയും പോകുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ സൂക്ഷ്മമായ ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് സ്വഭാവം. ഇതിനകത്തൊരു കൊലപാതകം വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സംവിധായകൻ കൊണ്ടുപോകുന്നത്? വളരെ രസകരമായ, വളരെ ചടുലമായ ഒരു ശൈലിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം നാളെ ഇതിലെ പ്രമുഖയായ ഒരു നടിയുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകുന്നത്. എന്നാൽ അതിനകത്ത് സറ്റയറുണ്ട്, ഭയങ്കരമായ ഒരു സോഷ്യൽ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനോഹരമായ സംഭാഷണത്തിലൂടെയും തിരക്കഥയിലൂടെയും ഈ സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് അതിൻ്റെ ഒരു സിനിമയുടെ സഞ്ചാരം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഈ സിനിമയുടെ മേക്കിംഗ്. അപ്പോൾ ഒരു നടിയെ ഒരു ആക്രമിക്കപ്പെട്ടാൽ, അല്ലെ ആ ഒരു നടി ഒരു ആക്രമണം വന്നാൽ എങ്ങനെ നേരിടുന്നു, ഈ കാലത്തിന് ശേഷമുള്ള ഈ 2045 കാലത്തിലെ ഉള്ള ഒരു സാങ്കല്പികമായ ലോകമാണ്. അപ്പോൾ ആ നടിയെ നേരിടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെ ഇതിനകത്ത് ചിന്തോദ്ദീപകമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുക. പുതിയ തലമുറ ഈ സിനിമ തുടക്കം മുതലേ കണക്ട് ചെയ്യുകയും അവർ ആർത്തുല്ലസിക്കുകയും ചെയ്യുക. കാരണം ഇത്തരം ഗെയിമുകൾ, അപകടകരമായ ഗെയിമുകളുണ്ട്, രസകരമായ ഗെയിമുകളുണ്ട്, ഈ പ്രോൺ പോലുള്ള അങ്ങനത്തെ. അപ്പോൾ അത്തരം ഗെയിമുകൾ കളിക്കുന്നതിൻ്റെ പര്യവസാനം, അതിനെ സംബന്ധിച്ചിട്ടുള്ള പോലീസ് അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ, അതിലൂടെയെല്ലാം ഈ സിനിമ സഞ്ചരിക്കുന്നുണ്ട്. അതും വളരെ രസകരമായ രീതിയിലാണ്. ഈ സിനിമയിലെ ഈ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ജഗദീഷ്,
നമ്മൾ ജഗദീഷിനെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും അട്ടിമറിക്കപ്പെടുന്ന തരത്തിലാണ് ജഗദീഷിൻ്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ CBIയിലെയും അതുപോലെയൊക്കെയുള്ള മമ്മൂട്ടിയുടെയും മറ്റുമൊക്കെയുള്ള പോലീസ് ഓഫീസർമാരെയാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2045 വരുന്ന ഇത്തരം ക്രൈമുകൾ അന്വേഷിക്കാൻ വരുന്ന പോലീസിൻ്റെ രൂപഹാദികളും ശൈലിയും അപ്രോച്ചും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനെ നേരിടുന്ന രീതിയും അറസ്റ്റ് ചെയ്യുന്ന രീതിയും വെർച്വൽ അറസ്റ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ അത്ഭുതത്തോടെ കാണാൻ പറ്റും. അപ്പോൾ അത് കൺസീവ് ചെയ്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. ജഗദീഷിനെ പോലുള്ള വളരെ അനുഭവ പരിജ്ഞാനവും എഡ്യൂക്കേറ്റഡുമായിട്ടുള്ള ഒരു നടന് അത് ചെയ്യാൻ പറ്റും. അത് മനോഹരമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ സിനിമയിലെ നായിക രജിഷ വിജയൻ മലയാളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു നടിയാണ് രജിഷ വിജയൻ. അപ്പോൾ അവരുടെ കഴിവുകൾ, അവരുടെ മാനറിസങ്ങൾ, അവരുടെ ചില മൂവ്മെൻറ്റുകൾ, പെർഫോമൻസ്, ഇതൊക്കെ നമ്മൾ മറ്റാരെയും കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ തുലനം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് തനതായ ഒരു വ്യക്തിത്വത്തിലൂടെ എനിക്ക് തോന്നുന്നു അതൊരു വല്ലാത്ത ഒരു പുതിയ ഒരു അഭിനയ ശൈലിയും ഒരു പ്രത്യേകതകളുമൊക്കെ ആ നടി പ്രദർശിപ്പിക്കുന്നു. ആ നടിയുടെ ജൂൺ എന്നുള്ള സിനിമ, അതുപോലെ അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളും അങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ തികവാർന്ന ഒരു അഭിനേത്രിയാണ് അവർ. ഈ രജിഷ വിജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ പോപ്പുലറായിട്ടുള്ള നായിക, സിനിമയിൽ പോപ്പുലറായിട്ടുള്ള ആ നായിക തൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സഹായത്തിനായി ഒരു ആരാധകനെ വിളിക്കുന്നു. അപ്പോൾ ആരാധകൻ അപ്രതീക്ഷിതമായി ഒരു നായികയുടെ ഫോൺ കോൾ വരുമ്പോഴത്തേക്ക്, അയാളൊരു ബ്ലോഗറും കൂടെയാണ്, അപ്പോൾ അയാൾ വരുന്നു. അയാൾക്ക് ഉണ്ടാകുന്ന ആ രാത്രി അവരുമായിട്ടുണ്ടാകുന്ന ഒരു സന്ദർഭം, അപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് വന്നറിയുമ്പോൾ മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം പ്രതീക്ഷിച്ചത് മറ്റൊന്നായിരുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ മെമ്മറൈസ് ചെയ്യപ്പെടുകയാണ്. ഈ ബ്ലോഗറായിട്ടുള്ള ആരാധകൻ ചൈനയിൽ മറ്റോ പോകുമ്പോൾ അവിടെ വെച്ച് ഒരു അപകടത്തിൽപ്പെടുകയും അവിടെ വെച്ച് ഇയാളുടെ ബ്രെയിനിലെ ചിന്തകളെ ഹൈജാക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവർ അത് കോപ്പി ചെയ്ത് അത് പൈറസി ആയിട്ട് അത് ഗെയിമാക്കി മാറുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഗെയിം ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോഴാണ് ഈ ചിന്തകളെ സംബന്ധിച്ചും ഈ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള സംഭവങ്ങൾ പുറം ലോകം അറിയുന്നത്. അപ്പോൾ അത്തരം ഒരു ആശയമാണ് ഈ സിനിമ. അപ്പോൾ അത് നമ്മൾ വരും കാലത്ത് നടക്കുന്ന ഒരു സംഭവം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മാറി വരും കാലത്ത് നടക്കുന്ന ഒരു സംഭവത്തെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഗെയിം കളിക്കുന്നവർ അതിന് കുറച്ച് പ്രോൺ ഇതായിട്ടുള്ള അങ്ങനത്തെ സെക്സും മറ്റും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളും അധ്യാപകരും ഭാര്യയും ഭർത്താവും എല്ലാം ഇത് രഹസ്യമായി ഡൗൺലോഡ് ചെയ്യുകയും ഇത് വൈറലാകുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ്. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നീരജ് മണിയൻപിള്ള, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന മറയ്ക്കുവാൻ വേണ്ടി ഇത്തരം ഗെയിമുകളും മറ്റും അഡിക്ഷനായി അങ്ങനെ അതിൻ്റെ വേറൊരു ലോകത്ത് ജീവിക്കുകയാണ്. അദ്ദേഹവും ഇത് കാണാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അദ്ദേഹം കാണുമ്പോൾ പക്ഷേ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാണുന്നതിനകത്തുനിന്ന് ചില നിഗൂഢമായ ചില കാര്യങ്ങളുടെ ചുരുളഴിയുകയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. ഈ സിനിമ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറുപ്പക്കാരും എല്ലാ തലത്തിലുള്ളവരും, കാരണം എല്ലാ തലമുറയും എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ വരും കാലത്ത് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ആവിഷ്കാരം അത് വളരെ ഹ്യൂമറസ് ആയിട്ടും സറ്റയറായിട്ടുമൊക്കെ അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദു അവതരിപ്പിക്കുന്ന കഥാപാത്രം അതൊരു ബ്ലോഗറാണ്. മലയാളത്തിലെ സിനിമ നിരൂപണം ചെയ്യുന്ന ഒരു ബ്ലോഗറെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മാനറിസവും ഒക്കെ വെച്ചിട്ട് അത് വളരെ രസകരമായിട്ടാണ് നന്ദു അത് അവതരിപ്പിച്ചിരിക്കുന്നത്. നന്ദു ഈ കഥാപാത്രം എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ നന്ദു പറഞ്ഞത് ഇത് ആ ബ്ലോഗറിനെ കുറിച്ച് ഉള്ള ഒരു സംഗതി പറഞ്ഞു തന്നു, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ആ ബ്ലോഗറിനെ വളരെ ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മണിയൻപിള്ള രാജുവിൻ്റെ മകൻ ആണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ മണിയൻപിള്ള രാജുവിനോട് ഈ സിനിമ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിനിമ കണ്ടു, പക്ഷേ സിനിമ ആദ്യത്തെ 5 മിനിറ്റ് നമ്മളൊരു വേറൊരു ലോകത്താണ്, അത് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ തലമുറയിൽപ്പെട്ടവർ, അപ്പോൾ മണിയൻപിള്ള രാജു പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് പെട്ടെന്ന് ഇത് കൺസീവ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇതിൻ്റെ കഥ കേൾക്കുമ്പോഴോ അഭിനയിക്കുമ്പോഴോ. പക്ഷേ എന്നാൽ ഇതിൽ ആ തലമുറയിൽപ്പെട്ട ജഗദീഷും
നന്ദുവുമൊക്കെ അതിമനോഹരമായിട്ടാണ് ഇത് കൺസീവ് ചെയ്ത് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ സംവിധായകൻ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണ്. കാര്യം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത ചിത്രങ്ങൾ, അദ്ദേഹം നേടിയ പുരസ്കാരങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന സിനിമകളുടെയും ഒരു കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ഒരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ പത്മരാജൻ പുരസ്കാരം നേടിയിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഭ്രാന്തൻ സ്വപ്നങ്ങളെന്ന് പറയാം. എന്നാൽ അത് വരും കാലങ്ങളെ അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന, സ്വപ്നങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന സിനിമയാണ് കൃഷാന്ത് ചെയ്തിരിക്കുന്നത്.